മണി സേവന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങലിൽ കലാഭവൻ മണിയുടെ 55-ാം ജന്മദിനം ആഘോഷിച്ചു. മണിദേവാലയം വൃദ്ധസദനത്തിലെ ശാന്തയമ്മ ഭദ്രദീപം തെളിയിച്ച് ജന്മദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടു. MLA-മാരായ അഡ്വക്കേറ്റ് ബി ജോയ്, OS അംബിക തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. നമുക്ക് എന്നും നമ്മുടെ പുതിയ തലമുറയെ ഓർമ്മിക്കുവാൻ നാടൻ പാട്ടുകളുടെ രാജാവായ ശ്രീമാൻ കലാഭവൻ മണിയുടെ 55-ാം ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ അങ്ങ് ഞങ്ങൾക്കറിയാം, നമ്മുടെ തൃശ്ശൂർ എന്ന് പറയുന്ന ചാലക്കുടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ആരംഭിച്ച് ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഈ മേഖലയിൽ ഇവിടുത്തെ കലാകാരന്മാരെ വാർത്തെടുക്കുവാൻ, ഇവിടെ സംഘടിപ്പിക്കുവാൻ വളരെ നാളുകൾ, ഒരു മാസമായി എനിക്ക് തോന്നുന്നു, വളരെ പാടുപെട്ട് എല്ലാ രംഗങ്ങളിലും വളരെ അവിടെ ഗംഭീരമായി ഇന്ന് ആറ്റിങ്ങളുടെ മണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ 55-ാം ജന്മദിനത്തിൽ നിങ്ങൾക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. ഗായകൻ പന്തളം ബാലൻ കേക്ക് മുറിച്ച് മണിയുടെ ഓർമ്മകൾ പങ്കുവച്ചു. കലാഭവൻ മണി എന്ന അതുല്യ കലാകാരന്റെ സംഭാവനകൾ, അദ്ദേഹത്തിന്റെ നിറം കറുത്തതായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ അഭിനയവും അദ്ദേഹത്തിന്റെ പാട്ടുകളും അദ്ദേഹത്തിന്റെ എനിക്ക് ഈ തമാശകളെക്കാൾ കൂടുതൽ അദ്ദേഹം അഭിനയിച്ച ക്യാരക്ടർ റോളുകളായിരുന്നു. വില്ലനായിട്ടായാലും ശരി, അല്ലെങ്കിൽ വാസന്തി ലക്ഷ്മിയിലെ ആ അഭിനയത്തിലായാലും ശരി, അത്തരത്തിലുള്ള ഒരു അതുല്യ നടനായിരുന്നു, വ്യത്യസ്തനായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മരണം ആകസ്മികമായി സംഭവിച്ചതാണെങ്കിൽ പോലും ഇന്നും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഓരോ ക്ഷേത്രങ്ങൾ കൊടുക്കുന്നതില്ല കാര്യം. കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട ദൈവം എൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ്, അല്ല ഒരു ദൈവങ്ങളെയും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇതുപോലുള്ള നന്മ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് സമൂഹത്തിന്റെ നന്മ എന്ന്. മനുഷ്യൻ യഥാർത്ഥ ദൈവം ഇന്ന് ഈ പരിപാടിയുടെ വിളക്ക് കൊളുത്തിയ അമ്മയുടെ കരച്ചിൽ കണ്ടോ? അത് അവരുടെ മുന്നിലുള്ള ദൈവം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ അജലാണ്. കലാഭവൻ മണി സേവന സമിതി ചെയർമാൻ അജിൽ മണിമുത്ത് അധ്യക്ഷനായി. ജന്മദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി വീരളം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നിർധനയായ യുവതിക്ക് മംഗല സൗഭാഗ്യം. വിവാഹത്തിനായി താലിയും മാലയും നൽകിയത് ഗിരിജ ലബോറട്ടറി MD ഡോക്ടർ ഗിരിജയാണ്. ഗായകൻ പന്തളം ബാലൻ, സംസ്ഥാന സർക്കാരിന്റെ മികച്ച അധ്യാപികയ്ക്കുള്ള പുരസ്കാരം നേടിയ അജിത എന്നിവർ ഉൾപ്പെടെ 48ഓളം പ്രതിഭകൾക്ക് ചടങ്ങിൽ അവാർഡുകൾ നൽകി. ആറ്റിങ്ങൽ നഗരസഭ മുൻ ചെയർമാൻ CJ രാജേഷ് കുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് സെക്രട്ടറി കണ്ണൻ ചന്ദ്ര പ്രസ്, പൂജ MD സിമി ഇക്ബാൽ, ദേശപാലൻ പ്രദീപ്, ആറ്റിങ്ങൽ സുരേഷ്, മാരുതി കാസറ്റ് MD സതീഷ് ബാബു, ഗോപകുമാർ, KL ജഗദേവൻ, KMS സെക്രട്ടറി രാജേഷ് പോറ്റി, സുമായസ്, രജനി, സരിത തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി.
ട്വന്റി7.